പുസ്തകത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ സ്വർഗത്തിന്റെ അടുത്ത ശബ്ദം, മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ ഇവൻ മാത്രം. മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ ഇവൻ മാത്രം. എന്റെ പ്രിയരെ, എല്ലാ കാലവും ഇവിടുത്തെ മന്ന തിന്നു പോകല്ലേ, അത് പുഴുവെടുക്കുന്നതാ. മറഞ്ഞിരിക്കുന്ന ഒരു മന്ന നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ പ്രവചിക്കുകയാ. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന മന്ന, നിന്റെ വേദന മാറ്റുന്ന മന്ന, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന ആ മന്നയുടെ വെളിപ്പാട് ഇന്ന് രാവിലെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാ, നീതി സൂര്യൻ അവിടെ വിളക്കായിരിക്കും. അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, അവിടെ മെഴുകുതിരിയില്ല, അവിടെ റാമ്പലില്ല. ഈ മന്ന പ്രകാശിക്കും. ഇവിടെ പുഴുവെടുക്കുന്ന മന്നയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇനിയും കസേര വാങ്ങിക്കണം. ഇനി എന്തോ ചെയ്യണം? ഇപ്പൊ തന്നെ ഇതിനകത്ത് ഇരിക്കാൻ സ്ഥലമില്ല. പുഴുവെടുക്കുന്ന മന്നയെ കുറിച്ച് പറയുക എന്തുവാ? ഇപ്പൊ വിടുതൽ. നിന്റെ മക്കൾ ഇപ്പൊ കേറും, ഇപ്പൊ പറക്കും. ആ മന്ന ഇവിടെ കിട്ടാത്തോണ്ടാ പലരും ഇവിടെ എന്ത് ചെയ്യാത്തെ, വരാത്തെ. കുഴപ്പമില്ലെന്നേ, 100 എണ്ണത്തെ കൊണ്ട് പോകുന്നതിനേക്കാളും നല്ലത് 10 എണ്ണത്തെ കൊണ്ട് പറക്കുന്നതല്ലേ നല്ലേ. ഞങ്ങളുടെ ലക്ഷ്യം ഇവിടുത്തെ മന്നയല്ല, ഇത് കനാൻ വരെയുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ നിത്യതയിൽ ഞങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന ഒരു മന്നയുണ്ട്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ചങ്കുപൊട്ടി ആത്മാവി ഞാൻ ദൂത് പറയുകയാ, ആ മന്ന നീ കളയരുത്, ആ മന്ന നീ ഉപേക്ഷിക്കരുത്. അത് നിത്യ യുഗങ്ങളിൽ നീ തിന്നേണ്ട സ്വർഗീയ മന്നയാണ്. അതുകൊണ്ടാ പറഞ്ഞത്, എന്നെ പിന്നുന്നവർ എൻ മൂലം ജീവിക്കുമെന്ന്.